22:30 കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാ സമ്മതിച്ചു. ഈ ബൈബിളിലെ ഏറ്റവും നല്ല രസകരമായ പ്രമേയമാണ് ഈ ബാലാമിൻ്റെ കഴുത എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ, എൻ്റെ അങ്ങയുടെ മക്കളുടെ വഴികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടെ വഴികളിലെ ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ പോകുമ്പോൾ ബാലാമിൻ്റെ കഴുതയ്ക്ക് സംഭവിച്ച പോലെ നീ നിന്റെ ദൂതനെ അയച്ചുകൊണ്ട് ഹിതം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവഹിതം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന എനിക്ക് മനസ്സിലായി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ബാലാക്ക് എന്നും പറഞ്ഞൊരു ദുർപ്രവാചകനുണ്ടായിരുന്നു. ദുർപ്രവാചകൻ ബാലാൻ പ്രവാചകനായിരുന്നു. അപ്പോൾ ബാലാനെ വിളിച്ചിട്ട് ഇസ്രയേലിനെ ചൂണ്ടിയിട്ട് അതിനെതിരെ ശകുനം പറയാൻ പറയും, അതിനെ ശപിക്കാൻ പറയും. അപ്പോൾ ആ വഴി ശപിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ബാലാം ഇങ്ങനെ പോകുന്ന വഴിക്ക് കഴുത ബാലാമിനോട് സംസാരിക്കാൻ തുടങ്ങി. സംഖ്യ 22:29 നീ എന്നെ അവഹേളിച്ചു, വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമായിരുന്നു. അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പോണ കാര്യം ദൈവഹിതമല്ലല്ലോ ബാലാം പോണത്. അതുകൊണ്ട് ബാലാം പോകുന്ന വഴിയിൽ ഈ കഴുത ഒരു മാലാഖയെ കാണും, ഊരിപ്പിടിച്ച വാളോടെ നിൽക്കണത്. പക്ഷെ ബാലാം കാണത്തില്ല. അപ്പോൾ ഈ ഊരിപ്പിടിച്ച ബാളുമായിട്ട് കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്ന കാണുമ്പോൾ കഴുത കണ്ട് പേടിക്കും. അപ്പം കഴുത ആ ദൂതൻ്റെ ഇടയ്ക്ക് നിന്ന് മാറി ഉള്ള ആ മതിലിന് ചെറിയ പഴുതുണ്ടാക്കി നൂണ്ട് പോകുമ്പോൾ ബാലാവിൻ്റെ മുട്ട് ഭിത്തിയിൽ വരെയും തൊലി പോകും, ചോര വരും. അപ്പോൾ ഉടനെ ബാലാൻ കഴുതയെ തല്ലും. അപ്പോൾ കഴുത ചോദിക്കുന്നതാണ്, നീ എന്തിനാണ് എന്നെ തല്ലിയത്? ഞാൻ നിൻ്റെ കഴുതയല്ലേ? അപ്പോൾ കർത്താവ് ബാലാവിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കവിഴ്ന്നു വീണു. അതായത് നമ്മുടെ വഴികളിൽ കർത്താവിൻ്റെ വചനമുണ്ടേ. പുറപ്പാട് 23:20 ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ദൂതനെ അയക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. എല്ലാവർക്കും അനുഭവവേദ്യമാണത്, കാര്യം വാഗ്ദാനമാണത്. അതുകൊണ്ട് ദൈവവേദന പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവും. അത് അവിടെ ഇവിടെയും തട്ടിമുട്ടി തൊട്ടുമുട്ടിയിട്ട് ദൈവത്തെ പറ്റിച്ചിറങ്ങരുത്. ചിലർക്കൊരു ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, തിരികെ കത്തിക്കും, എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി വയ്ക്കും, എന്നിട്ട് ഒന്നും മിണ്ടത്തില്ലേ, എന്നിട്ട് ഇങ്ങനെ തൊട്ടിച്ചും പോകും. അതൊന്നും പ്രാർത്ഥനയല്ല. ഒന്നാമത്തെ ദൈവദൃശ്യനിധി നീ ഒരു 10 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കണം. പോകാൻ നേരത്ത് ചാടി വീണ് പോകാൻ നേരത്ത് കാട്ടിക്കുട്ടി വെപ്പിച്ച് ദൈവത്തിനെ പറ്റിക്കണം ഒരു അഭ്യാസം നടക്കത്തില്ല. കാര്യം എന്താ? വാഗ്ദാനമാണ്, നീ പോകുന്ന വഴികളിൽ ഞാൻ ദൂതനെ അയക്കുമെന്ന്. എന്നിട്ടൊരു 10 മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം. ഇപ്പം ഞാൻ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആദ്യം കൃപാസനം എടുത്ത് ചെന്ന് പോണ വഴിക്ക് വേണ്ടി ദിവ്യകാരണത്തെ എടുത്ത് പറഞ്ഞ് തലേ ദിവസം തന്നെ ഇവർക്ക് ജപമാലയ്ക്ക് സമർപ്പിച്ച് കുർബാനയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ എന്താ കാര്യം? നമ്മൾ ദൈവത്തിലാണ്. ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്, അല്ലേ? എങ്ങനെയാണ് പറഞ്ഞിരിക്കണേ? അപ്പോസ്തല പ്രവർത്തനം 17:28 എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പൊ ഇതൊരു കോൺഷ്യസ് ആണ് ശരിക്കും. അല്ലാതെ പോകാൻ നേരത്ത് എന്നാ പ്രാർത്ഥിച്ചില്ലല്ല. അമ്മ പറയും, എടാ പ്രാർത്ഥിച്ചിട്ട് പോടാ, അങ്ങനെ നീ പറയിപ്പിക്കരുത്. ആരും പറയാതെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ മനസ്സ് തലേ ദിവസം വരെ ഒരുക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച്. എന്നാൽ ദൈവം ആരാണെന്ന് നീ അറിയും. അപ്പം ഓക്കെ, താങ്ക് യു.